സോ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പറയാൻ സമയമില്ല. സോ അവർ യൂട്യൂബ് ചെയ്യും പോയി എല്ലാം പോയി. ഇതാണ് ഗൈസ് ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് എവർ വീഡിയോ, നമ്മുടെ ബാബുക്കുട്ടൻ ഒഫീഷ്യലിലെ വീഡിയോ. അയ്യോ ചേട്ടനറിഞ്ഞൂടാതിരിക്കുകയാണ്. അപ്പൊക്ക് അച്ഛന് വട്ടായോന്നാണ് അവള് വിചാരിക്കുന്നത്. പാവം പോറ്റിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് എവർ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്യൂആനയൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ക്യൂആനയും ആനയും ഒന്നും ഇവിടെ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വളപ്പടിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 20 മിനിറ്റേ ഉള്ളൂ താങ്കൾ വളപ്പടിക്കാതെ. അതൊക്കെ നടക്കും 20 മിനിറ്റിനകത്ത്. അപ്പൊ നമ്മൾ വിചാരിച്ച്, ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ ബീട്രൂട്ട് റൈസ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ബീട്രൂട്ട് റൈസ് ഉണ്ടായിരുന്നു. അത് എല്ലാരും ചോദിച്ചു എന്താണ് ബീട്രൂട്ട്. പറ വെൽക്കം, വെൽക്കം. ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. പറ. അമ്മക്ക് വട്ടൊന്നും ആയിട്ടില്ല, അമ്മ നോർമൽ ആണ്. അതാണ് ഞങ്ങളുടെ വെൽക്കം. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കാം. ആക്ച്വലി ഒരാള് പറ ആദ്യം. ട്രാൻസ്ലേറ്റ് പറയുന്നോ അമ്മ പറയുന്നോ? ഞാൻ പറയുന്നോ? ഓക്കെ. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് റൈസ്, ആക്ച്വലി ബീട്രൂട്ട് റൈസ് എന്റെ ഉഡായ്പ പരിപാടിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ലഞ്ച് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കണ സമയം, നമുക്ക് ഉണ്ടാക്കാൻ ടൈം ഇല്ലെങ്കിൽ കൂടുതൽ കറിയോ. പ്ലീസ് 1 സെക്കൻഡ്, ഒരേ ഒരു മിനിറ്റ് പ്ലീസ്. യെസ്, മിണ്ടായിരിക്കണം, ഗ്യാപ്പ് എടുക്കണം. അപ്പം ഇത് ഉഡായ്പ പരിപാടിയാണ്. നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കാൻ സമയം ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കണം. കമോൺ ഗൈസ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കാൻ പോകണം. ബീട്രൂട്ട് റൈസ് എവിടെയാണോ? ഇത് ഇപ്പൊ നടക്കും. എത്ര സമയം എടുക്കും? Now it's ഒരു 4:30 ആകുമ്പോ സംഭവം റെഡിയാണ്. ചുമ്മാ 20 മിനിറ്റ് ഉണ്ട്, 25 മിനിറ്റ് ഉണ്ട്. ഗൈസ് ഇപ്പൊ 4:05 ആയിട്ടുണ്ട്. 4:30 ആകുമ്പോ തന്നെ ഫുഡ് റെഡി ആവുന്നാണ് പറയുന്നത്. We'll see. So are we? Beetroot rice. Here we go. പറയൂ, വാവയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ബീട്രൂട്ട് ആണ്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഈ ഒരു ബീട്രൂട്ടും ഈ ഒരു പാചകത്തിലെ ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടായിട്ടൊരു സാധനമാണ് ചോപ്പർ. ഇതാണ് എൻ്റെ ജോലി എന്നെ എളുപ്പമാക്കുന്നത്. മോർ നമ്മുടെ ബീട്രൂട്ട് കണ്ടോ റെഡി ആയിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കണം. നടക്കോ? എന്താ എണ്ണ എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായില്ല. അയ്യോ, എണ്ണ ചൂടായില്ല. എന്നാലും കിടക്കട്ടെ. എണ്ണ ചൂടാകുമ്പോ കടുക് പൊട്ട്.
അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയിട്ട് നമ്മൾ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇതാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം. ഇത്ര ബീട്രൂട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഭയങ്കര വിശേഷം പറയുകയാണല്ലോ. എന്താണ് പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ബീട്രൂട്ട് ഇനി റെഡി ആവാനുള്ള സമയം മാത്രം മതി. പിന്നെ ഒരു കാര്യം, ചോറ് നിങ്ങൾ ഇതിന്റെ ഇടയിൽ വെക്കണം കേട്ടോ. ഞാൻ ചോറ് നേരത്തെ ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിരുന്നോണ്ടാണ് സമയം ഞാൻ ഇത്ര അരമണിക്കൂറിൽ ചെയ്യാന്ന് പറഞ്ഞത്. ഇത് റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ കഴിക്കുന്നത് ഏത് റൈസാണ്? ചുവന്നരി പാലക്കാടൻ മട്ട. ഇതെന്താണ്? ഇത് കണ്ടോ, ഇത് ഗ്രീൻ പീസ് ആണ് കഴിച്ചത്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഞാനിതില് ചുമ്മാ ഫ്രോസൺ ഗ്രീൻ പീസ്. ഫ്ലൈറ്റിൽ കോഫി പ്ലേസ് എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോ ഇവിടെ. ഞാൻ യൂണിഫോമിൽ ഇട്ട് ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ ഈ ഒരാളല്ല കേട്ടോ. ഐ കംപ്ലീറ്റ്ലി ചേഞ്ച്. ബട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്രൂ അല്ല. പിന്നെ ആരാണ്? ഞാൻ മരിയാണ്. ഞാൻ ഭാര്യയാണ്. ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്, വീട്ടമ്മയാണ്. കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ മുടിയൊന്നും ഇങ്ങനെ ഇട്ടൂടാ? അതാണോടാ കുക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു സ്റ്റൈലിനായിട്ടാണ്. എന്താ? കുറച്ച് മഞ്ഞപ്പൊടി, ജീരകം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇതിൽ എന്താ, മഞ്ഞപ്പൊടി, ജീരകം, ഇച്ചിരി ഗരം മസാല. ഗരം മസാല ഇട്ടില്ലെങ്കിൽ സാരമില്ല, പക്ഷെ ഇടുമ്പോഴത്തേനും ഒരു ചെറിയൊരു നല്ലൊരു ഫ്ലേവർ. എന്നിട്ട് നമുക്ക് അതിൽ വെള്ളം ഒഴിക്കാം ഗൈസ്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് അടച്ചു. അടച്ചു. No. 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 Yes. Yes. അയ്യേ. നോട്ടിക്കൽ ആൻസറിനല്ലാത്ത കുട്ടിയാണ്. സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാം. നമ്മൾ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. 1 and 2. That's it. എന്താ ഭംഗി. നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇത് ആക്ച്വലി ചുമ്മാ ഒരു നമ്മുടെ തോരൻ ഉണ്ടാക്കത്തില്ലേ, ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്ന സെയിം സാധനമാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്ന സെയിം സംഭവമാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് കുറച്ച് 2 മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം 3 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. 3 മിനിറ്റ് കൂടി. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ ബാബേ? ഇത്ര പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടോ, സാധാരണ ചോറാണ് നമ്മുടെ. പറഞ്ഞതുപോലെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് റൈസ് കണ്ട സമയം കറക്റ്റ് 4:30 ആയപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം.
ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അധികം ഉപ്പും മധുരം ഇതെല്ലാം കുറവാണ് യൂസ് ചെയ്യുന്നത്. വലുതായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പറഞ്ഞ പോലെ കറക്റ്റ് 4:30 തന്നെ പരിപാടി കഴിഞ്ഞു. അപ്പം അടുത്ത നമ്മുടെ ഈ സൈഡ് ഡിഷായിട്ട് പൊട്ടറ്റോ ഫ്രൈ ആണ്. വളരെ ഈസി, എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളം ഒഴിക്കരുതേ, കാരണം ഈ പൊട്ടറ്റോയിൽ വെള്ളമാണ്. അപ്പോഴത്തേനും അതൊന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എണ്ണയിലോട്ട് ഇങ്ങനെ ഇടണം. ഇട്ടിട്ട് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കണമല്ലോ. പുലിമുരുകനാണോ ഇത്? പുലിമുരുകൻ. ഹായ് ഹായ് ഗൈസ്. അതെ, 1 2 3. തൈര്, സാറിന്റെ പാട്ട് വരുമ്പോഴല്ലോ തൈരുണ്ട്. എനിക്ക് തൈരില്ലേ? ഹായ് സബാഷ്, കഴിക്കൂ. നോക്കട്ടെ. ആ കുറച്ച് അച്ചാർ, കുറച്ച് തൈരും, ചിക്കൻ ഫ്രൈ എന്ന് കരുതുന്ന ഉരുളക്കിഴങ്ങ് പൊളിച്ചാണ്. ഇതിപ്പോ ചിക്കൻ ഫ്രൈ ആണെന്ന് കരുതി അങ്ങ് കഴുകിയോ? ഇത് എത്രാമത്തെ വട്ടം മുന്നും? കുറച്ച് റൈസ് എടുത്തോളൂ. കുറച്ച് ബീട്രൂട്ട് റൈസ് കഴിഞ്ഞു. ലാസ്റ്റത്തെ പണി. ഹായ്, സൺകിസ് കൊണ്ട് നിൽക്കുവാണോ? മുറിഞ്ഞോ? അയ്യേ, ഇത് വേറെ കിസ് പോലെ ഇരിക്കുന്നത്. തിരിച്ചടിച്ചോ? വാവ്, താങ്കൾ എത്ര പെട്ടെന്ന് പാത്രം കഴുകി കഴിഞ്ഞു. വാവ്, എന്ത് ചെയ്യുന്നു വാവേ? നമ്മള് ബീട്രൂട്ട് റൈസ് വെച്ച് തളർന്നു പറയാ. ടയർഡായെന്ന് പറയാ. തളർന്നു. Vavi. Come on. Come on. സോ അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോയോട് കൂടി നമ്മുടെ വാവക്കുട്ടൻ ഒഫീഷ്യലിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ വാവേ? ഇനി നമ്മുടെ ലോങ് വീഡിയോസ് ഇങ്ങനെ ഓരോന്നായിട്ട് വരും. ഇത്രയും നാൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു ഗൈസ്. ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. ഇനി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി വാവക്കുട്ടനെ കൂടുതൽ നേരം നിങ്ങൾക്ക് കാണാം. അല്ലേ വാവേ? പറ, നമ്മുടെ ചാനൽ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. വാവക്കുട്ടൻ്റെ ഫാൻസിനോട് പറയൂ. താങ്കളാണ് ഇപ്പോൾ കേരളത്തിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി അല്ലേ വാവേ? നീ ഇപ്പൊ കേരളത്തിന്റെ രോമാഞ്ചമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കത് അറിയോ? You know that? അപ്പൊ വാവക്കുട്ടനെ കൂടുതൽ നേരം കാണുവാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ, പറയൂ, തങ്ങളുടെ ഭാഷയിൽ എന്താണെന്നുള്ളത് പറ. കമാൺ. ഒന്നും പറയാനില്ല. അപ്പൊ ബൈ, അത്രേ ഉള്ളൂ ഇന്ന്. ബൈ ബൈ, ടാറ്റ പറ. ടാറ്റ.